പൂക്കളത്തേൽ അഗ്രിഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മക്കോട്ടദേവ എന്ന് പറയപ്പെടുന്ന ഒരു അത്ഭുത പഴച്ചെടിയെ പറ്റിയാണ്. ഇതാണ് മക്കോട്ടദേവയുടെ ചെടി. ഇത് ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ വ്യാപകമായി വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു ചെടിയാണ്. പണ്ട് മലേഷ്യയിലും ഇന്തോനേഷ്യ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നൊരു പഴമാണിത്. അന്ന് സാധാരണക്കാർക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അന്ന് രാജാക്കന്മാരാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു അത്ഭുത ചെടിയാണിത്. അപ്പോൾ ഇതാണ് മക്കോട്ടദേവയുടെ ചെടി. കണ്ട നല്ല നിറച്ച് കായ്ച്ച്. ഇത് നട്ട് കഴിഞ്ഞാൽ ഏകദേശം 1.5 വർഷം കൊണ്ട് ഇത് പൂവിട്ട് കായ് നമുക്ക് തരുന്നതാണ്. ഇത് നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നതാണ്. കണ്ട അതിൻ്റെ ചുറ്റും അത് ഉണങ്ങിപ്പോയി. അതിനുശേഷം രണ്ടാമത് കിളുത്ത് വന്നിട്ട് ഉണ്ടായതാണ് ഈ ചെടി. ഏകദേശം മിക്കവാറും എല്ലാ സമയത്തും തന്നെ ഇതിനകത്ത് നമുക്ക് ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഫലത്തെപ്പറ്റി പറയുമ്പോൾ ഇത് നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫലമല്ല. അത് നാര് കൂടി ഒരു ഫലമാണ്. അതിനകത്ത് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുവന്ന തൊലി കളഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നാരുണ്ടാവും. ആ നാര് ഈ അടക്കയുടെയൊക്കെ പഴുത്ത അടക്കയുടെയൊക്കെ നാര് പോലെയാണ്. അങ്ങനത്തെ ഒരു പഴമാണ്. അത് നേരിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇതുണ്ടോ, ഇത് ചെറിയ കായ മുതൽ ഇതാണ് വളരെ ചെറിയ ഇത്. അത് ഇങ്ങനെ ആയി അതിൻ്റെ കളറ് മാറി. ഇത് കളർ മാറി തുടങ്ങുന്നതാണ്. കളർ മാറി ഇത് നല്ല ബ്രൗൺ കളറായി. ശരിക്കും പറഞ്ഞാൽ നല്ല കാപ്പിക്കുരുവിൻ്റെ കളറാണിത്. പഴുത്ത് കഴിയുമ്പോൾ നല്ല ബ്രൗൺ ചുവപ്പ് ഉണ്ടോ. ഇത് ഇപ്പം പറിക്കാൻ പാകമായതാണ്. ഇതാണ് ഇതിൻ്റെ കായ്. ഏകദേശം നല്ല ഒരു വലിയ നെല്ലിക്കയുടെ അല്ലെങ്കിൽ ചെറിയ തക്കാളിയുടെ വലിപ്പം ഇത് കിട്ടുന്നതാണ്. ഉൽപ്പാദനം കൂടുമ്പോൾ അതിൻ്റെ കായയുടെ വലിപ്പം കുറച്ച് കുറയും. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ 2-3 പ്രാവശ്യം ഇത് പറിച്ച് നമ്മൾ ഇതിൻ്റെ കായ എടുത്തതാണ്. അതിനകത്ത് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഫ്രൂട്ട് നമ്മൾ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ തൈകൾ. ഇത് ചെടി നല്ല വളരും. ഇത് കുറ്റിച്ചെടിയാണ്. അധികം വലുപ്പം വെക്കത്തില്ല. സാധാരണ പോലെ വലിയ വലുപ്പത്തിൽ വളരുന്ന ചെടിയാണ് അല്ല. അപ്പോൾ ഇതിങ്ങനെ ചുവട് മുതൽ തടിയെ കൂടെ എല്ലാം കായ കണ്ടോ. തടിയിലെല്ലാം കാ പിടിക്കും. ഓരോ ശേഖരത്തിൻ്റെ ഇലയുടെ തടി ഇതാകണ്ടോ. ഇതെല്ലാം തടിയിലാണ് പിടിച്ചിരിക്കുന്നത്. ഇത് വീണ്ടും പൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. തടിയെ കൂടെ എല്ലാം പൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ തടിയെ കൂടെ വന്ന് ഈ ഇലയുടെയൊക്കെ കവിളിലെ ഇടക്കൂടെ എല്ലാം വന്ന് ഇതിലൂടെ എല്ലാം കായ ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് നിറച്ച് ഈ ഇത്രയും ചെറിയ ശിഖരമാണ്. ഇത് നിറച്ച് കായുണ്ട്. അതുപോലെ തന്നെ ഉണ്ടോ നല്ലോണം ഉണ്ടോ. ഇതൊക്കെ നല്ലോണം പിടിക്കുന്നതാണ്. പിടിക്കുമ്പോൾ നല്ലോണം പിടിക്കും. അപ്പോൾ ഇവനെ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ഈ പഴത്തെ നമ്മൾ പറിച്ചെടുക്കുകയാണ്. പറിച്ചെടുത്തിട്ട് ഇതുപോലെ പറിച്ചിട്ട് നല്ല പഴുത്ത പാകമായ ഇത് നമ്മൾ ചെറിയ ഞെക്കൊക്കെ കൊള്ളും. അമർത്തി കഴിഞ്ഞാൽ അമർന്ന് കിട്ടുന്നതാണ്. കേട്ടോ, ഒക്കെ പഴുത്തതാണ്. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ അത് നല്ലോണം കഴുകുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ വെയിലത്ത് വെച്ചാണ് നമ്മൾ ഉണക്കുന്നത്. അപ്പം ഇത് നമ്മൾ പറിക്കുന്ന സമയത്ത് ആ ദിവസം നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ അത് ഉണങ്ങി കിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം നല്ല വെയിൽ വേണം. അല്ലെങ്കിൽ അത് അതിൻ്റെ ഈ ഈർപ്പം കൂടുതൽ കാരണം ജലാംശം കൂടുതലുണ്ട്. അത് വലിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഇവനെ നമുക്ക് പറിച്ച് നമ്മൾ ഉണക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അത് കാണിക്കുകയാണ്. നമ്മൾ ഇത്രയും കായ്പാന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അത് ബാക്കിയെല്ലാം പഴുപ്പായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ശരിക്ക് വെള്ളത്തിലിട്ട് കഴുകി ഇന്നത് വല്ലതൊക്കെ പറ്റി പിടിച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ തുടച്ചെടുക്കണം. നല്ല കഴുകി വൃത്തിയാക്കി വല്ല പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പോകണം. നമ്മളിത് രണ്ടാമത് ഇത് കഴുകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നല്ല വൃത്തിയിൽ കഴുകി എടുത്ത് ഇപ്പം നല്ല വൃത്തിയായി. നല്ല പൊടിയെല്ലാം പോയി. നമുക്ക് ഇതിലെല്ലാം വാഹനങ്ങളൊക്കെ പോകുന്നാൽ എപ്പോഴും പൊടിയുണ്ടാവും. അപ്പോൾ അത് കഴുകി ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അത് കട്ട് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. നമ്മൾ കഴുകി എടുത്ത് നല്ലോണം തുടച്ചെടുക്കുക. ജലാംശം കളയുക. ജലാംശം കളഞ്ഞ് നമ്മളിവിടെ വെച്ചേക്കുകയാണ്. ഇത് തുടച്ച് വൃത്തിയാക്കി
നമ്മൾ വെച്ച് കാണാം ഉണ്ടോ. ഇതിപ്പോൾ നല്ലോണം പഴുത്തായിരുന്നു. നമ്മൾ അത് ക്ലീൻ ആക്കിയപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് തൊലി മേലെ പുറം തൊലി അത് പോയി. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം. കണ്ടോ, നല്ല ബ്ലേഡ് പോലെ മൂർച്ചയുള്ള കത്തിയായിരിക്കണം അതിന്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മളിതിൻ്റെ കുരു നഷ്ടപ്പെടുത്താതെ, ഇത് കുരു നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുരു പോകത്തില്ല. അപ്പോൾ ഇതിനകത്ത് 2 വിത്തൊക്കെ ഉണ്ടാവും സാധാരണ. ഇനി നടുക്കൂടെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിത്തുണ്ടാവും. അതിന് നമ്മൾ ഇളക്കിയെടുക്കുന്നതാണ്. ഉണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിനകത്ത് വിത്തിട്ട് അത് മോശമായി പോയി. കണ്ടോ, ഇത് വിത്ത് പോയി. അതിനെ നമ്മൾ ക്ലീനായിട്ട് കളഞ്ഞു. ഇതാണ് വിത്ത്. ആ വിത്തിനെ ഇളക്കി നമ്മൾ വെക്കുകയാണ് മാറ്റി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ വളരെ നൈസായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ സവാളയൊക്കെ അരിയുന്നില്ലേ, അതേപോലെ വളരെ നൈസായിട്ട് അരിയണം. എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും, നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ ഇത്രയും കട്ട് ചെയ്തിട്ട് ഇനി ഉണങ്ങാൻ വെക്കുന്നത് കാണിച്ചു തരികയാണ്. നമ്മൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ബാക്കി എല്ലാം കാണിച്ച് സമയം പോകും. അതുകൊണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തുണിയിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുണ്ട്, നമ്മൾ ഉണങ്ങുന്ന സാധനം പ്ലാസ്റ്റിക് ഷീറ്റിലാണ് ഇങ്ങനെ വളരെ നിരത്തി വെച്ചിട്ട് നമ്മൾ വെയിലത്തേക്ക് വെക്കുകയാണ്. ഒരു 3-4 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. നല്ലോണം ഉണങ്ങിയ ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ് എൻ്റെ സംവിധാനം. ഉണക്കി നല്ല പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ട് മേലെ നെറ്റിട്ട വളരെ നല്ലതാണ്, പൊടിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇനി ഒരു 3-4 ദിവസം ഉണങ്ങി കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ കാണിശ്ശേരിയാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഉണങ്ങി വെച്ചത് കണ്ടോ, ഇത് ഡ്രയറൊക്കെ ഇട്ട് വളരെ ഉണക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല. കാരണം ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് എനിക്ക് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങി അത് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ സ്വന്തമാക്കിയതിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതാണിത്. അപ്പോൾ ഇനി ചെയ്യുന്നത് വെച്ചാൽ ഇത് ഉണക്കി വെച്ചു. നമ്മൾ നല്ല വായു കിടക്കാത്ത ഭരണിയിൽ കണ്ടെയ്നർ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആവശ്യാനുസരണം നമ്മളിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാനൊരു ദിവസം ഒരു 1.5 ലിറ്റർ വെള്ളം മിനിമം കുടിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വാവും വെള്ളം നിറച്ച ശേഷം ഇത്രയും അല്ലി ഇട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചു. അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 മണിക്കൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ കഞ്ഞിയിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാണ്ട് ഈ വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. അതിനുശേഷം ഇടയ്ക്ക് വരുന്ന സമയത്തെല്ലാം കുറേശ്ശെ ഓരോ ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് 20 വർഷമായിട്ട് എനിക്ക് പ്രമേഹമുള്ളതാണ്. ഇപ്പോഴും ഞാനത് വലിയ മരുന്നിൻ്റെ ഒക്കെ പോകാതെ, മരുന്ന് ഇടയ്ക്കൊക്കെ കഴിക്കും, ഇടയ്ക്ക് ഇത് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അന്നേരം ഈ വെള്ളം കൂടുതൽ കുടിക്കും. അങ്ങനെ അത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടോ. ഇങ്ങനെ നല്ല ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പച്ചക്കായ് നമ്മൾ നല്ല പഴുത്ത കായ എടുത്ത് കടിച്ച് കയ്പ്പ് ആയിരിക്കും, രസമായിരിക്കും. പക്ഷേ ഇത് ഉണങ്ങിക്കഴിയുമ്പം നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അരുചിയും ഉണ്ടാകില്ല. സാധാരണ പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെയായിരിക്കും, ശുദ്ധജലം കുടിക്കുന്ന പോലെ തന്നെയായിരിക്കും. ഇതാ കുടിച്ച് കാണിച്ചു തരാം. ഒരു അരുചിയില്ല, നല്ല ഇതാണ്, ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം, ഷുഗർ മാത്രമല്ല. ഇപ്പം ഇത് ഈ മുട്ടുവേദന, വെരിക്കോസ് വെയിന്, അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം, പിന്നെ പ്രഷർ, ഇതിനൊക്കെ വളരെ അത്യുത്തമമാണെന്ന് പറയപ്പെടുന്നത്. അപ്പം ഇത് എല്ലാവരും കുറേശ്ശെ ഉപയോഗിക്കുക. ഒരു ചെടി ഇങ്ങനെ ഒരു വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ്, ഉണക്കുന്ന രീതികളെല്ലാം കാണിച്ചു തരുന്നു. ഉണങ്ങി വെച്ചത് നമ്മൾ കാണിച്ചു തന്നു. ഇനി ഇത് നടുന്നതാണ്. ഇതിൻ്റെ തൈ നമ്മൾ വാങ്ങിയ ശേഷം നമ്മളൊരു 1.5 അടി, മിനിമം ഒരു 1.5 അടിയെങ്കിലും വേണം. ഒരു 2-2.5 അടിയെ കുഴിയെടുത്താൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അതിനകത്ത് അഴുകിപ്പിടിച്ച് ചാണകം, കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യുക. ഈ നമ്മൾ എടുത്ത കുഴി ഫില്ല് ചെയ്ത ശേഷം രണ്ടാമത് ഒരു 10 ദിവസമൊക്കെ നനച്ച് വെക്കുക. അത് എന്തിനാ വെച്ചാൽ കുറച്ച് മണ്ണ് അമർന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെറിയ നമുക്ക് കിട്ടുന്ന ഒരു 5-7 അല്ലെങ്കിൽ 6-8 കവറിലായിരിക്കും ചെടി കിട്ടുന്നത്. അത് ആ കവർ പൊട്ടിച്ച് കളഞ്ഞ ശേഷം ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ലോണം മണ്ണ് അമർത്തി ലെവലാക്കി കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ചെടി നടുന്നത്. അതിനുശേഷം നമ്മൾ ഈ വേനൽക്കാലത്ത് നടുന്നതെങ്കിൽ നമ്മൾ അത് നനച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ ദിവസം
ഇത് നടുന്നത് വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും നല്ലത്. കാരണം പെട്ടെന്ന് നമ്മൾ വെയിലുള്ള ഇതേപോലെ നല്ല വെയിലുള്ള സമയത്ത് ചിലപ്പോൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ നടുന്ന പ്ലാസ്റ്റിക് കളയുന്ന സമയത്ത് വല്ല മണ്ണിന് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളാണെങ്കിൽ ആ ക്ഷീണം മാറി കിട്ടും. അപ്പം ചെടികൾ എപ്പോഴും നടുന്നത് വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നനച്ച് കൊടുക്കുക, ഒരു ഡെയിലി നനയ്ക്കുക. നനച്ച് അതിൻ്റെ വേര് പിടിച്ച ശേഷം ഒരു വർഷത്തെ പരിചരണം കഴിഞ്ഞാൽ പിന്നെ വരുത്ത വർഷമൊന്നും നമുക്ക് അത് നനച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, നനയുടെ ആവശ്യം വരികയില്ല. കാരണം അത് വേര് പിടിച്ചതായി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാലന രീതികൾ. ഇതിൻ്റെ തൈകൾ നമ്മൾ ധാരാളം എൻക്വയറി ഉള്ളതാണ്. നമ്മുടെ 3 നഴ്സറിയുണ്ട് നമുക്ക്. സുള്ളിയേൽ, ചെറുപുഴ, വൈപ്പിരുത്ത്, ഈ 3 നഴ്സറികളും ഇതിൻ്റെ തൈകളിൽ ഇപ്പോൾ ലഭ്യമാണ്. ആവശ്യക്കാർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.